Hi all, welcome to another episode of Shrudi's Learning Square. Shrudi's Learning Square like എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാത്സിലത്തെ ഒരു ടോപ്പിക്കാണ്. മാത്സിലത്തെ ട്രിക്സ് ആണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ PSC എക്സാം ആണെങ്കിലും ശരി, ബാങ്ക് എക്സാം ആണെങ്കിലും റെയിൽവേ എക്സാം ആണെങ്കിലും ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും എൻട്രൻസിനടക്കം കേട്ടോ, ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണെങ്കിലും നിങ്ങൾക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ട്രിക്കായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക വിത്തിൻ 3 seconds കേട്ടോ. അതേപോലെ തന്നെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ നോൺ പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട്സ് കണ്ടുപിടിക്കുക. ഈ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കലും ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കലും ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. നോൺ പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? റൂട്ട് ഓഫ് 11, റൂട്ട് ഓഫ് 23, ഇതിൻ്റെയൊക്കെ നമുക്ക് എക്സാക്ട് വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കിട്ടുന്ന അതേ വാല്യൂ തന്നെ നമുക്ക് എളുപ്പത്തിൽ 2 seconds 3 secondsനുള്ളിൽ നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മിസ് ചെയ്യാതെ ഫുൾ കാണുക. അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ മാത്സിൻ്റെ വീഡിയോയിൽ ഞാനൊരു 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കറക്റ്റായിട്ട് ആൻസേഴ്സ് പറഞ്ഞ ആൾക്കാരിൽ നിന്ന് ലോട്ട് ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ. അപ്പോൾ അയാളുടെ ഞാൻ ലോട്ട് ഇട്ടിട്ട് ഞാൻ സെലക്ട് ചെയ്തു. ആരാണെന്നുള്ളത് പറയാം. ഫസീല തനു കേട്ടോ. ഫസീല തനു എനിക്ക് തോന്നുന്നു എൻ്റെ എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ഫസീല തനു. അപ്പോൾ താങ്ക് യു ഫസീല, കൺഗ്രാറ്റ്സ് ഫസീല. എനിക്ക് അഡ്രസ്സ് അയച്ചു തരാം കേട്ടോ, എൻ്റെ പേഴ്സണൽ നമ്പറിൽ അഡ്രസ്സ് അയച്ചു തരാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ക്യൂബ് റൂട്ട്സ് ആണ്. ക്യൂബ് റൂട്ട്സ് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ആദ്യം ക്യൂബ്സ് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിൻ്റെയൊക്കെ ക്യൂബ് എഴുതിയേക്കുന്നത്. എന്താണ് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഇപ്പോൾ 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 × 1 × 1, അതായത് 1. 2 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2 × 2, എല്ലാവർക്കും അറിയാം, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ്. 2 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8. അങ്ങനെ ഓരോന്നിൻ്റെയും 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27, 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64, 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125, 6 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 216, 7 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 343, 8 ക്യൂബ് 512, 9 ക്യൂബ് 729, 10 ക്യൂബ് 1000. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം, നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി നമുക്ക് ആകെ കൂടി 1s ഡിജിറ്റിലുള്ള നമ്പേഴ്സിനെ മാത്രം നോക്കിയാൽ മതി. അതായത് അവസാനത്തെ ഒരൊറ്റ നമ്പറിനെ നമുക്ക് നോക്കിയാൽ മതി. മുഴുവൻ നമ്പേഴ്സിനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് 27-അകത്തുള്ള 7 മാത്രം കൺസിഡർ ചെയ്താൽ മതി. 64-നകത്തുള്ള 4 മാത്രം നോക്കിയാൽ മതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ. 2 ക്യൂബ് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 8 കിട്ടും. ശരിയാണല്ലോ. അതേപോലെ തന്നെ 3 ക്യൂബ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്. ഓക്കെ. അപ്പോൾ ഈ 2ഉം 8ഉം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? 2 + 8 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 കിട്ടും. ശരിയാണല്ലോ. അപ്പോൾ 2 ക്യൂബ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1s ഡിജിറ്റ് 8 കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? 3 ക്യൂബ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 27 കിട്ടും. അതിലത്തെ ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 7. ഈ 7ഉം 3ഉം തമ്മിൽ ആഡ് ചെയ്യൂ, എത്ര കിട്ടും? 10 കിട്ടും. 2ഉം 8ഉം തമ്മിൽ ആഡ് ചെയ്യൂ, എത്ര കിട്ടും? 10 കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഓർക്കാനുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു. അപ്പോൾ 2 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കാം 2 ആണ്, അപ്പോൾ 8 വരും. അല്ലെങ്കിൽ 3 ക്യൂബ് ആണെങ്കിൽ 3 ആണ്, അപ്പോൾ ഇവിടെ 1s ഡിജിറ്റ് എന്തായിരിക്കും? 7 ആയിരിക്കും. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ 7, ഇപ്പോൾ 2ഉം 3ഉം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ 2യുടെ 8ഉം 3യുടെ 7ഉം ആണ്. അതേപോലെ തന്നെ 3യുടെ 7 ആണെങ്കിൽ 7ൻ്റെ 3, അതേപോലെ തന്നെ 8ൻ്റെ 2. അങ്ങനെയുള്ള റിലേഷൻ കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ 2, 3, 7, 8 നിങ്ങൾ നോക്കിക്കോളൂ. 7ൻ്റെ വന്നു കഴിയുമ്പോൾ ലാസ്റ്റ് എത്രയാണ്? 3. 3യുടെ വന്നു കഴിയുമ്പോൾ ലാസ്റ്റ് എത്രയാണ്? 7. അതേപോലെ തന്നെ 8ൻ്റെ വന്നു കഴിയുമ്പോൾ ലാസ്റ്റ് എത്രയാണ്? 2. 2ൻ്റെ വന്നു കഴിയുമ്പോൾ ലാസ്റ്റ് എത്രയാണ്? 8. അപ്പോൾ ഈ 4 നമ്പേഴ്സ്, അതിൽ 2 നമ്പർ നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ ബാക്കി 2 നമ്പർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്ര ആയിരിക്കും? 10 ആയിരിക്കും. നമ്പേഴ്സ് നമുക്ക് നോക്കാം. 4, 5, 6, 9. 4, 5, 6, 9 നമ്മൾ ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് ആ സെയിം നമ്പർ തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് 4 ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. 5 ക്യൂബ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എത്ര? 5 ആണ്. 6 ക്യൂബ് ചെയ്യുമ്പോൾ 6, 9 ക്യൂബ് ചെയ്യുമ്പോൾ 9. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് ഓർക്കാനുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞു തന്നില്ലേ? അതായത് 2, 3, 7, 8 ഒഴിച്ച് ബാക്കി ഏത് നമ്പർ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? ആ നമ്പർ തന്നെ എടുത്ത് എഴുതുക. ഇപ്പോൾ 10 ആണെങ്കിലും നമുക്ക് ഇവിടെ 0 തന്നെ വരും, 1 ആണെങ്കിലും 1 വരും കേട്ടോ. പക്ഷേ 2, 3, 7, 8 എങ്ങനെ നമ്മൾ ഓർക്കും? അത് നമുക്ക് ഈ 10 ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടുന്ന രീതിയിൽ എടുത്താൽ മതി. അതായത് ഇപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ അതിന് കിട്ടുന്ന എത്ര ആയിരിക്കും? 8 ആയിരിക്കും. 2 + 8, 10. ക്ലിയർ അല്ലേ? കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഞാനിതിൻ്റെ അതായത് നമ്പർ 39304 ഇതിൻ്റെ ക്യൂബ് റൂട്ട് ഞാൻ കണ്ടുപിടിക്കാൻ പോവുക. എത്ര ടൈം എടുക്കും എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. എൻ്റെ ആൻസർ 34 ആണ് വരുന്നത്. എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് 3 ഡിജിറ്റിന് ശേഷം ഒരു കോമ ഇടുക. കാരണം ക്യൂബ് റൂട്ടാണ്. ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 3 ആണല്ലോ. അപ്പോൾ 3 നമ്പറിന് ശേഷം നമ്മളൊരു കോമ ഇട്ടു. എന്നിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് എത്രയാണോ അതവിടെ കിടക്കട്ടെ. ഓക്കെ. എന്നിട്ട് ചെയ്യേണ്ട. ക്ലിയർ ആയല്ലോ. അതായത് 3 നമ്പറിന് ശേഷം കോമ ഇട്ടു, ബാക്കി 2 നമ്പർ അവിടെ നിർത്തി.
ഇനി ഈ 3 ഡിജിറ്റിനകത്ത് അവസാനത്തെ ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അതായത് 304 നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ വെറുതെ 4 മാത്രം നോക്കുക. 4 വന്നു. ലാസ്റ്റ് ഡിജിറ്റ് നമ്മുടെ എന്താണ്? 4 ആണ്. 4 ലാസ്റ്റ് വരുന്നത് ഏത് ക്യൂബ് ചെയ്യുമ്പോഴാണ് നമുക്ക് 4 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത്? 4 ക്യൂബ്, ശരിയല്ലേ? അതിനാണ് ഞാനിത് പഠിക്കാൻ പറഞ്ഞത്. അപ്പോൾ 4 ആണ്. 4 ക്യൂബ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലാസ്റ്റ് 4 വരുന്നത്. അപ്പോൾ ഈ ഒരു ഡാഷിൽ എനിക്ക് എന്തിടാൻ പറ്റും? 4 എന്ന് എഴുതാലോ, ശരിയാണല്ലോ? 4 എന്ന് എഴുതി. ഇനി അപ്പോൾ 304ൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു? 4 എന്ന് പറഞ്ഞിട്ട് വന്നു. 304 നോക്കേണ്ട ആവശ്യമില്ല, ഒള്ളി ദി ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ 4 എഴുതി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 39 ആണ്. 39ൻ്റെ തൊട്ട് താഴെ ക്യൂബുള്ള നമ്പർ ഏതാണെന്ന് നോക്കുക കേട്ടോ. 39ൻ്റെ തൊട്ട് താഴെ ക്യൂബുള്ള നമ്പർ ഏതാണ്? നമ്പർ 3 ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 27 കിട്ടും. നമ്മുടെ നമ്പർ എത്രയാണ്? 39 ആണ്. 4 ക്യൂബ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 64 കിട്ടും. 64 എന്ന് പറയുന്നത് 39നേക്കാളും വലുതാണ്. അതുകൊണ്ട് 3 ക്യൂബാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. കാരണം എൻ്റെ ആൻസർ 27 ആണ്. 27 39നേക്കാളും ചെറുതാണ്. അപ്പോൾ ഇവിടെ 39ൻ്റെ അടിയിൽ നമ്മൾ എന്ത് എഴുതണം? 3 എഴുതണം. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമുക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ആരും പേനയും പേപ്പറും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഗെറ്റ് റെഡി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്യൂബ് റൂട്ട് ഓഫ് 13824. ക്യൂബ് റൂട്ട് ഓഫ് 13824. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ റൈറ്റ് ചെയ്യുന്ന 3 ഡിജിറ്റിന് ശേഷം കോമ ഇട്ടു. ഇനി ചെയ്യേണ്ടത് ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 4 ആണെങ്കിൽ ഏതായിരിക്കും നമ്മുടെ നമ്പർ? 4 തന്നെ. 4നാണല്ലോ ലാസ്റ്റ് ഡിജിറ്റ് 4 വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡാഷ് ഞാൻ എങ്ങനെ ഫില്ല് ചെയ്തു? 4 വെച്ചിട്ട് ഫില്ല് ചെയ്തു. നെക്സ്റ്റ് 13 ആണ് വന്നിരിക്കുന്നത്. 13 തൊട്ട് താഴെ ക്യൂബുള്ള നമ്പർ ഏതാണ്? ഏതാണ് നമ്പർ? 8 അല്ലേ? കാരണം 8 കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 27 ആണ്. 27 എന്ന് പറയുന്നത് 13നേക്കാളും വലിയ നമ്പറാണ്. അതുകൊണ്ട് 13നേക്കാളും താഴെയുള്ള നമ്പർ എത്രയാണ്? 8. അപ്പം നിങ്ങളിവിടെ എഴുതേണ്ട 8 അല്ല, ഏത് നമ്പറിൻ്റെ ക്യൂബ് ചെയ്യുമ്പോഴാണ് 8 കിട്ടുക എന്ന് നോക്കുക. ഏത് നമ്പർ ക്യൂബ് ചെയ്യുമ്പോഴാണ് 8 കിട്ടുക? 2 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ 2. അപ്പോൾ ആൻസർ എത്രയാണ്? 24. ക്ലിയർ ആയല്ലോ? പെട്ടെന്ന് കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്യൂബ് റൂട്ട് ഓഫ് 148877. ക്യൂബ് റൂട്ട് ഓഫ് 148877 എന്ത് ചെയ്യും? നമ്മൾ ആദ്യം തന്നെ 3 ഡിജിറ്റിന് ശേഷം കോമ ഇട്ടു. ഇനി നമ്മൾ 2 ഗ്രൂപ്പായിട്ട് എടുത്തിരിക്കുകയാണ്. ലാസ്റ്റ് ഡിജിറ്റ് 7. ലാസ്റ്റ് ഡിജിറ്റ് 7 ആകുമ്പോൾ നമ്മുടെ നമ്പർ എത്രയാണ്? 3 ആയിരിക്കും അല്ലേ? അപ്പോൾ 3 എഴുതി. 148ന് തൊട്ട് താഴെ ക്യൂബുള്ള നമ്പർ ഏതാണ്? 148. 148ന് തൊട്ട് താഴെ ക്യൂബുള്ള നമ്പർ എത്രയാണ്? 125, അതായത് 5. അപ്പോൾ ഇവിടെ 5 എഴുതി. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 53. അതായത് 53 ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 148877. ക്ലിയർ ആയല്ലോ? പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. റൂട്ട്സ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ സ്ക്വയർ റൂട്ടിലേക്കാണ് കയറുന്നത്. സ്ക്വയർ റൂട്ടിന് ശേഷം നമുക്ക് നോൺ പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട്സ് ഉണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും കണ്ടുപോകുക കേട്ടോ. അപ്പോൾ സ്ക്വയർ റൂട്ട്സിനകത്ത് നമുക്ക് കയറാം. ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ബേസ് ഒന്ന് പറഞ്ഞുതരാം. 1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4, 3 സ്ക്വയർ 3 × 3 9, 4 സ്ക്വയർ ചെയ്യുമ്പോൾ 16, അതിലത്തെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രമാണ് എഴുതിയേക്കുന്നത് 6. 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25, ലാസ്റ്റ് ഡിജിറ്റ് 5. 6 സ്ക്വയർ 36, ലാസ്റ്റ് ഡിജിറ്റ് 6. 7ൻ്റെ 9, 8ൻ്റെ 4, 9ൻ്റെ 1, 10ൻ്റെ 0. ഇങ്ങനെ കിട്ടും. ഇതാദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അത് ഓർക്കാനുള്ളൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. നോക്കിക്കോളൂ. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 1നും അതേപോലെ തന്നെ 9നും 1 സ്ക്വയർ ചെയ്താലും നിങ്ങൾക്ക് 1 കിട്ടും. 9 സ്ക്വയർ ചെയ്താലും നിങ്ങൾക്ക് എത്ര കിട്ടും? ലാസ്റ്റ് ഡിജിറ്റ് 1 കിട്ടും. ശരിയല്ലേ? അതാണ് ഞാനിവിടെ അടുത്തൊരു സെക്ഷനായിട്ട് എഴുതിയേക്കുന്നത്. അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതായത് 1, അതേപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചറിയാൻ പറ്റും. 1 സ്ക്വയർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 1 സ്ക്വയർ ചെയ്താൽ 1. അതേപോലെ തന്നെ ഒരു കാര്യം, 1 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 1 കിട്ടും. 9 സ്ക്വയർ ചെയ്താൽ 81, 1 ഡിജിറ്റ് 1. അപ്പോൾ 1 സ്ക്വയർ ചെയ്താലും 9 സ്ക്വയർ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? ലാസ്റ്റ് ഡിജിറ്റ് 1 അല്ലേ? അതാണ് ഞാനിവിടെ 1,9 എന്ന് ഇട്ടിട്ട് ലാസ്റ്റ് ഡിജിറ്റ് 1 എന്ന് എഴുതിയേക്കുന്നത് കേട്ടോ. ഈ ഒരു സാധനം ചെറുതാക്കി എഴുതിയേക്കുന്നതാണ് ഇവിടെ കേട്ടോ. അപ്പോൾ 2,8, അതായത് 2 സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 4 കിട്ടും. 8 സ്ക്വയർ ചെയ്താലും 64, ലാസ്റ്റ് ഡിജിറ്റ് 4. അപ്പോൾ അതുകൊണ്ടാണ് 2,8 4 എന്ന് ഇടാൻ കാര്യം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അതേപോലെ തന്നെ 3 സ്ക്വയർ ചെയ്താലും 9 കിട്ടും. 7 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലും 49, ലാസ്റ്റ് ഡിജിറ്റ് 9. അതാണ് ഇവിടെ 3യും 7നും 9 ഇട്ടേക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഇത് എങ്ങനെ ഓർക്കും? നമ്മൾ ക്യൂബിൽ പഠിച്ച പോലെ തന്നെ അതേപോലെ തന്നെ 1ഉം 9ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 കിട്ടും. ശരിയല്ലേ? അപ്പോൾ ആ 10 കിട്ടുന്ന രീതിയിലാണ് ഈ നമ്പേഴ്സൊക്കെ സോർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞു കോഡ്. അതായത് 1,9 ആണെങ്കിൽ 1 കിട്ടും. 2,8, 2 + 8 10
അല്ലേ? അപ്പോൾ ആഡ് ചെയ്തിട്ട് 10 കിട്ടുന്ന 2 നമ്പേഴ്സ് എന്നുള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2,8ന് 4 കിട്ടും, 3,7ന് 9 കിട്ടും. പിന്നെ 5 വെച്ചിട്ട് 5 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും 5 തന്നെയല്ലേ. 5 ക്യൂബ് ആണെങ്കിലും 5, 5 സ്ക്വയർ ആണെങ്കിലും 5. അപ്പോൾ 5ൻ്റെ ഞാൻ അതേപോലെ തന്നെ 5 ഇട്ടു. 5 + 5 നിങ്ങൾ ആഡ് ചെയ്തോളൂ, അപ്പോഴും നിങ്ങൾക്ക് എത്ര കിട്ടും? 10 കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 1 2 സ്ക്വയർ റൂട്ട് ഓഫ് 1 2 2 5 എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ക്യൂബ് റൂട്ട് ചെയ്ത പോലെ തന്നെ, ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 3 ഡിജിറ്റിന് ശേഷമാണ് കോമയിട്ട്. സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 2 ഡിജിറ്റിന് ശേഷം കോമയിട്ടു. അതായത് 5 2 റൈറ്റിൽ നിന്ന് വേണം എപ്പോഴും നോക്കാം കേട്ടോ. അപ്പോൾ 5 2ന് ശേഷം ഞാനിവിടെ ഒരു കോമയിട്ടു. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് 12ഉം ഒന്ന് 25ഉം. ഈ 25ൻ്റെ 5 മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അല്ലാണ്ട് 25ന് ഇമ്പോർട്ടൻസ് ഇല്ല, 5ന് മാത്രമാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ 5 ആണ് ലാസ്റ്റ് ഡിജിറ്റിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏത് നമ്പർ സ്ക്വയർ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് 5 കിട്ടുക? 5 സ്ക്വയർ ചെയ്യുമ്പോഴായിരിക്കും, ശരിയല്ലേ? 5 സ്ക്വയർ ചെയ്യുമ്പോൾ 25 കിട്ടും, അതിലത്തെ ലാസ്റ്റ് ഡിജിറ്റ് 5. അപ്പോൾ ഈ 5ൻ്റെ അടിയിൽ നമ്മൾ എന്ത് ഇട്ടു? 5 എഴുതി, കാരണം 5 സ്ക്വയർ ചെയ്യുമ്പോഴാണ് ലാസ്റ്റ് നമുക്ക് 5 കിട്ടുന്നത്. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടത് 12 ആണ്. ഒരു നമ്പറിൻ്റെ സ്ക്വയർ അത് 12നേക്കാളും താഴെ ആയിരിക്കണം. ഓക്കെ, താഴെ ആവാം അല്ലെങ്കിൽ ഈക്വൽ ആവാം. അപ്പോൾ ഈ ഒരു കേസിൽ 12നേക്കാളും താഴെ സ്ക്വയർ ഉള്ള നമ്പർ ഏതാ? 3 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും, ശരിയല്ലേ? ആ 9 എന്ന് പറയണത് 12നേക്കാളും താഴെയാണ്. പിന്നെ 4 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 16 കിട്ടുന്നത്. ആ 16 എന്ന് പറയുന്നത് 12നേക്കാളും വലുതാണ്. അതുകൊണ്ട് നമ്മൾ ഇതാണ് എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതായത് 12നേക്കാളും താഴെ നിൽക്കുന്ന ഒരു നമ്പർ കേട്ടോ, അത് 9 ആണ്. അപ്പോൾ അത് ഏതിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് 9 കിട്ടുന്നത്? 3യുടെ. അപ്പോൾ ഈ 3 വേണം നമ്മൾ ഇവിടെ എടുത്ത് എഴുതാൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആൻസർ കിട്ടിയല്ലോ. എത്രയാണ് ആൻസർ? 35. കൺസെപ്റ്റ് ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് ഓഫ് 2025 കേട്ടോ, 2025. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ചെയ്യുന്ന 2 ഡിജിറ്റിന് ശേഷം കോമയിട്ടു. ഇനി ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് നമ്മുടെ ആൻസറിൽ 5 തന്നെയായിരിക്കും. പിന്നെ ഒരു നമ്പറിൻ്റെ സ്ക്വയർ അത് 20നേക്കാളും ചെറുതായിരിക്കണം. അതേതാണ്? 20നേക്കാളും, ഈ കണ്ടോ ഈ കോമ ഇട്ടതിന് ശേഷമുള്ള നമ്പറാണ് കേട്ടോ 20. അപ്പോൾ 20നേക്കാളും ചെറിയ നമ്പർ ഏതാ വരുന്നത്? നമുക്ക് സ്ക്വയർ ഉള്ളത് 16 ആണ് വരുന്നത് അല്ലേ? പിന്നെ 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 വരുന്നത്. അപ്പോൾ 25 പറ്റില്ല, 16 നമുക്ക് പറ്റുള്ളൂ. കാരണം 16 എന്ന് പറയുന്നതാണ് 20നേക്കാളും താഴെയുള്ള നമ്പർ. അപ്പോൾ 16 എന്ന് പറഞ്ഞ നമ്പർ എന്ത് സ്ക്വയർ ചെയ്യുമ്പോഴാണ് നമുക്ക് 16 കിട്ടുക? അത് വേണം നോക്കാൻ. 4 സ്ക്വയർ ചെയ്യുമ്പോഴാണ് നമുക്ക് 16 കിട്ടുക. അപ്പോൾ ആൻസർ എത്രയാണ്? ഇവിടെ നമ്മൾ അടുത്ത ഡാഷിൽ നമ്മൾ എന്ത് ഫില്ല് ചെയ്യും? 4 എഴുതും. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് ഓഫ് 3721 എന്താണ്? റൂട്ട് ഓഫ് 3721. ആസ് യൂഷ്വൽ നമ്മൾ 2 ഡിജിറ്റിന് ശേഷം ഒരു കോമ ഇട്ടു, 2 ഡാഷ് ഇട്ട് വെച്ചു. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സിന് വരാൻ പറ്റും? ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ 1നും 9നും വരാൻ പറ്റും അല്ലേ? 2നും നമുക്ക് ലാസ്റ്റ് വരുന്നത് 1 ആണ്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 1 ആയതുകൊണ്ട് ഞാൻ 1ഉം 9ഉം 2 കേസായിട്ട് ഞാൻ എടുക്കുകയാണ്. ഒരു ഡാഷിൽ ഞാൻ 1 എന്നും എഴുതി, അടുത്ത ഡാഷിൽ ഞാൻ 9 എന്നും എഴുതി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞു. ഇനി 37 ആണ് വന്നിരിക്കുന്നത്. 37 വന്നിട്ടുണ്ടെങ്കിൽ ഒരു നമ്പറിൻ്റെ സ്ക്വയർ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 37. 37നേക്കാളും ചെറിയ സ്ക്വയർ ഉള്ള നമ്പർ ഏതാണ്? 36 ആണല്ലോ. അടുത്ത് വരുന്ന 49 അല്ലേ? അപ്പോൾ 49 പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 36 എടുത്തു. ഏതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് 36 കിട്ടുന്നത്? 6ൻ്റെ ആണ്. അപ്പോൾ ഞാൻ ഈ 2 ഡാഷും എന്ത് വെച്ച് ഫില്ല് ചെയ്തു? 6 6 എന്ന് പറഞ്ഞിട്ട് എഴുതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ 61ഉം ആവാം അല്ലെങ്കിൽ 69ഉം ആവാം. കാരണം ലാസ്റ്റ് ഡിജിറ്റ് 1 ആയതുകൊണ്ട് 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നല്ലെങ്കിൽ 61 ആവാം അല്ലെങ്കിൽ 69 ആവാം. ഒന്നും കൂടി ഞാൻ പറയാം. 2 ഡിജിറ്റിന് ശേഷം കോമ ഇട്ടു, ലാസ്റ്റ് ഡിജിറ്റ് 1 ആയതുകൊണ്ട് ഒന്നല്ലെങ്കിൽ 1 വരാം അല്ലെങ്കിൽ 9 വരാം. കാരണം 1 സ്ക്വയർ ചെയ്താലും നമുക്ക് 1 കിട്ടും, 9 സ്ക്വയർ ചെയ്താലും നമുക്ക് കിട്ടുന്ന എത്രയാണ്? 81 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. അതുകൊണ്ട് ഞാൻ 2 ആൻസർ എനിക്ക് കിട്ടും. ആ 2 ആൻസറിൻ്റെയും 1s ഡിജിറ്റ് ഞാൻ അങ്ങ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഒരെണ്ണം 1 ആവാം, ഒരെണ്ണം 9 ആവാം. ഓക്കെ, പിന്നെ അടുത്ത ഡാഷ് എന്ന് പറയുന്നത് 37നേക്കാളും താഴെയുള്ള നമ്പർ, സ്ക്വയർ ഉള്ള താഴെയുള്ള നമ്പർ, അത് 36 ആണ്. അതായത് 6 സ്ക്വയർ ചെയ്യുമ്പോഴാണ് 36 കിട്ടുന്നത്. അപ്പോൾ എന്ത് സ്ക്വയർ ആണെന്നുള്ള അത് വേണം എഴുതാൻ. അതായത് ഇവിടെ 6 ആണ് വരിക കേട്ടോ. അപ്പോൾ 61ഉം 69ഉം ഇങ്ങനെ 2 ആൻസർ വരാം. ഇനി ഇതിലത്തെ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്
പറഞ്ഞുതരാം. ഇതിലത്തെ ഏത് ആൻസർ ആണ് കറക്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 6 കിട്ടിയല്ലോ, ഈ 6 കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പർ എത്രയാ? 7. ശരിയാണല്ലോ. അപ്പോൾ 6 × 7 ചെയ്യാം. ക്ലിയർ ആയല്ലോ? 6 × 6 ആണ് ഇവിടെ കിട്ടിയേക്കുന്നത്. ആ 6 കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പർ എടുക്കുക, അതായത് 7 എടുക്കുക. അപ്പോൾ 6 × 7 എത്ര കിട്ടി? 42 കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് 42 കിട്ടി. ഇനി ചെയ്യേണ്ടത് ഈ കൊടുത്തിരിക്കുന്ന നമ്പർ ഏത് 37ഉം 42ഉം തമ്മിൽ കമ്പയർ ചെയ്യുക. 37ഉം 42ഉം തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ ഏതാണ് വലുത്? 42 ആണ് 37നേക്കാളും വലുത്. ശരിയാണല്ലോ? 42 ആണ് 37നേക്കാളും വലുത്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ആൻസർ വലുതാണ്. അതുകൊണ്ട് ഇതിനകത്തുള്ള ചെറിയ ആൻസർ നോക്കിയെടുക്കുക. ക്ലിയർ ആയോ? അതായത് ഇവിടുത്തെ ചെറിയ ആൻസർ എത്രയാണ്? 61. അപ്പോൾ നമ്മുടെ √3721 എന്ന് പറയുന്നത് 61 ആണ്. ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് 2 ആൻസേഴ്സ് കിട്ടി. 61ഉം കിട്ടി, 69ഉം കിട്ടി. ഓക്കെ, ഇത് ഗെസ്സിങ് മെത്തേഡാണല്ലോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണേ നമുക്ക് ശരിയായിട്ട് വരുള്ളൂ. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് 6 കിട്ടി. ഇത് മാത്രം നിങ്ങൾ നോക്കുക. ഈ 6 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ എടുക്കുക. എത്രയാണ്? 7. എന്നിട്ട് 6 × 7 ചെയ്യുക. 6 × 7 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 42 കിട്ടും. ഈ 42നെ ആദ്യത്തെ 2 ഡിജിറ്റ് തമ്മിൽ കമ്പയർ ചെയ്യുക. 37ഉം 42ഉം ഏതാണ് വലുത്? 42 ആണ് 37നേക്കാളും വലുത്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ആൻസർ വേണം എപ്പോഴും ചെക്ക് ചെയ്യാൻ. ഈ നമ്പർ 37നേക്കാളും വലുതാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ചെറിയ ആൻസർ എടുക്കുക കേട്ടോ. അപ്പോൾ ആൻസർ എത്രയാണ്? 61ഉം ഉണ്ട് 69ഉം ഉണ്ട്. ഇതിലത്തെ ഏതാണ് ചെറുത്? 61. അപ്പോൾ ആൻസർ എത്രയാണ്? 61. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. √2601. √2601. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ റൈറ്റിൽ നിന്ന് എടുത്തു, 2 ഡിജിറ്റിന് ശേഷം കോമ ഇട്ടു. ഓക്കെ, ഇനി ഇതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ലാസ്റ്റ് ഡിജിറ്റ് ഇറ്റ് ഈസ് എൻഡിങ് വിത്ത് 1. ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? നമ്മുടെ 1 ആണ്. അപ്പോൾ ഏത് നമ്പറിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്? 1 ആവാം, അതേപോലെ തന്നെ 9 ആവാം. ശരിയല്ലേ? 9 സ്ക്വയർ ചെയ്യുമ്പോഴും 81, അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 1 എഴുതാം. 2 കേസസ് ഉണ്ട് കേട്ടോ. അതായത് ഒന്ന് ഞാൻ 1 വെച്ച് ഫില്ല് ചെയ്തു, രണ്ടാമത്തെ ഞാൻ 9 വെച്ചിട്ട് ഫില്ല് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ഡിജിറ്റിൻ്റെ നോക്കാം. 26 ആണ് കിടക്കുന്നത്. ഒരു നമ്പറിൻ്റെ സ്ക്വയർ 26നേക്കാളും ചെറുതായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ 26ന് ഈക്വലൻ്റ് ആയിരിക്കണം. ഇതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ. അപ്പോൾ 26നേക്കാളും താഴെ ഉള്ള നമ്പർ എത്രയാണ്? 25 ആണ് അല്ലേ? അപ്പോൾ 5 സ്ക്വയർ ചെയ്യുമ്പോഴാണല്ലോ 25 കിട്ടുന്നത്? ആണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡാഷ് എന്ത് വെച്ച് ഫില്ല് ചെയ്യണം? 5 വെച്ച് ഫില്ല് ചെയ്യണം. അപ്പോൾ 51 അല്ലെങ്കിൽ 59 ആവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഈ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട്. അതിൽ ഏതാണെന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത മെത്തേഡ്. ഇത് രണ്ടും നമുക്ക് കിട്ടി. ഇനി കിട്ടിയേക്കുന്ന 5 ഇത് മാത്രം എടുക്കുക, 5നെ മാത്രം എടുക്കുക. 5 കഴിഞ്ഞിട്ടുള്ള അടുത്ത ഡിജിറ്റ് എത്രയാണ്? 6. ആ 6 × 5 ചെയ്യുക. 6 × 5 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 30 കിട്ടി കേട്ടോ. ഇനി ശ്രദ്ധിക്കുക, 30 കിട്ടി. ഈ 30 എന്ന് പറയണത് വേണം നമ്മൾ എപ്പോഴും നോക്കാൻ. ഈ 30 എന്ന് പറയണത് 26നേക്കാളും കൂടുതലാണ്. ശരിയാണല്ലോ? 26നേക്കാളും കൂടുതലാണ് 30. ഇത് കൂടുതലാണെങ്കിൽ നമ്മൾ ഇതിനകത്തുള്ള 2 ഓപ്ഷനകത്തുള്ള ചെറുതെടുക്കണം. ഒരെണ്ണം, അതായത് ഇത് കൂടുതലാണെങ്കിൽ ഇതിനകത്തുള്ള ചെറിയ ആൻസർ, അതേസമയം ഇത് ചെറുതാണെങ്കിൽ ഈ 2 ഓപ്ഷനകത്തുള്ള വലിയ ആൻസർ എടുക്കണം. മനസ്സിലായോ? അത് ജസ്റ്റ് ഓപ്പോസിറ്റ് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 26നേക്കാളും വലുതാണ് 30. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? ഇവിടെ വലുതാണ്. അപ്പോൾ ഇവിടെ ചെറിയ വാല്യൂ ഏതാണ്? ഇതിലെ ചെറിയ വാല്യൂ 51 ആണോ 59 ആണോ? 51. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? √2601 എന്ന് പറയുന്നത് 51 ആണ്. ക്ലിയർ ആയല്ലോ? റൂട്ട്സും അതേപോലെ തന്നെ ക്യൂബ് റൂട്ട്സും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നോൺ പെർഫെക്റ്റ് സ്ക്വയർ റൂട്ടാണ്. എന്താണ് നോൺ പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം √9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയാണ് ആൻസർ? 3 ആണ്. അപ്പോൾ അത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതിനൊരു എക്സാക്റ്റ് വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ശരിയല്ലേ? അല്ലെങ്കിൽ √25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. കാരണം 5 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 25 കിട്ടും.
പക്ഷേ ഈ ഒരു കേസിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന √10 ആണ്. √10 നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുമോ? ഇല്ല. നമുക്കറിയാം അപ്രോക്സിമേറ്റ്ലി 3 സംതിങ് വരും. എങ്ങനെ മനസ്സിലായി? കാരണം √9 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ √10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു വാല്യൂ അങ്ങനെ നമുക്കൊന്ന് അസ്യൂം ചെയ്യാൻ പറ്റും. പക്ഷേ എക്സാക്റ്റ് വാല്യൂ കിട്ടണമെങ്കിൽ ഈ ഒരു മെത്തേഡ് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. കാൽക്കുലേറ്ററിൽ ചെയ്യണേക്കാളും സ്പീഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. √10 √10നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? √9 + 1. എന്തുകൊണ്ടാണ് ഞാൻ 9 + 1 എന്ന് എടുക്കാൻ കാര്യം? കാരണം പെർഫെക്റ്റ് സ്ക്വയർ ഉള്ള നമ്പർ വേണം ഞാൻ സെലക്ട് ചെയ്യാൻ. അതായത് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? 9 കിട്ടും. ശരിയല്ലേ? അതുകൊണ്ടാണ് ഞാൻ 9 എന്ന് എഴുതാൻ കാര്യം. അല്ലാണ്ട് വെറുതെ 9 + 1 എന്ന് എഴുതിയതല്ല. 8 + 2 എന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല. കാരണം 8ന് സ്ക്വയർ റൂട്ട് ഇല്ല. അപ്പം 9 ആണ് സ്ക്വയർ റൂട്ട് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ 10നെ 9 + 1 എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 9ൻ്റെ റൂട്ട് നമ്മളിത് ഗെസ്സിങ് മെത്തേഡാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ ഈ 9ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 3 കേട്ടോ. 3 എന്ന് എഴുതി പ്ലസ് എന്നിട്ട് ഈ 1 അതേപോലെ തന്നെ എഴുതുക. ഒന്നുകൂടി പറയാം. ഇതിനകത്തെ 9ൻ്റെ റൂട്ട് എഴുതി. എത്രയാണ് 9ൻ്റെ റൂട്ട്? 3. കാരണം 3 സ്ക്വയർ ചെയ്യുമ്പോഴല്ലേ നമുക്ക് 9 കിട്ടുന്നത്. അപ്പോൾ 9ൻ്റെ റൂട്ട് 3 എന്ന് എഴുതി പ്ലസ് ഇട്ടു. ഈ 1 അതേപോലെ തന്നെ എഴുതി ബൈ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ കിട്ടിയേക്കുന്ന 3 × 2 എത്രയാണ്? 3 × 2 6. ശരിയാണല്ലോ? അപ്പോൾ 3 + 1/6 ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നുകൂടി പറഞ്ഞുതരാം. 10നെ സ്പ്ലിറ്റ് ചെയ്യുക. 9 + 1 എന്ന് എഴുതി. കാരണം സ്ക്വയർ റൂട്ട് ഉള്ള ഒരു നമ്പറിൻ്റെ രീതിയിൽ എഴുതി. 9 + 1. 9ൻ്റെ സ്ക്വയർ റൂട്ട് 3 + 1 അതേപോലെ തന്നെ എഴുതി ബൈ. പിന്നെ ഇവിടെ കിട്ടിയേക്കുന്ന 3 × 2 എത്രയാണ്? 3 × 2 6 ആണ്. അപ്പോൾ 1/6. അപ്പോൾ 3 + 1/6 ചെയ്താൽ മതി. എത്രയാണ്? 1/6. 1/6 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.16 കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 3 + 0.16 എന്ന് പറയുന്നത് 3.16. ക്ലിയർ ആയല്ലോ? അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ആൻസർ കിട്ടും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. √28. അപ്പോൾ √28നെ എങ്ങനെ എഴുതാൻ പറ്റും? √25 + 3. എന്തുകൊണ്ടാണ് 25 എടുത്തത്? കാരണം 25ന് സ്ക്വയർ റൂട്ട് ഉണ്ട്. അങ്ങനെ വേണം നമ്മളെപ്പോഴും സെലക്ട് ചെയ്യാൻ കേട്ടോ. അല്ലാണ്ട് 26 ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. 25 + 3 എന്ന് എഴുതി. ഇനി 25ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 5. അതെഴുതി പ്ലസ് അതേപോലെ തന്നെ ഇട്ടു. ഇനി 3 അതേപോലെ തന്നെ എഴുതി. ഇനി ബൈ. ഇനി എന്ത് ചെയ്യണം? ഈ നമ്പർ × 2 5 × 2 എത്രയാണ്? 5 × 2 10 ആണ്. അപ്പോൾ ആ 10 വെച്ചിട്ട് ഈ 3നെ ഡിവൈഡ് ചെയ്യുക. 3/10 എത്രയാണ്? 0.3. 5 + 0.3 എത്രയാണ്? 5.3. ക്ലിയർ ആയല്ലോ? എത്ര എളുപ്പത്തിലാണ് നമ്മൾ ചെയ്യുന്നത് മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ √39. √39 എങ്ങനെ എഴുതാൻ പറ്റും? √36 + 3. ശരിയാണല്ലോ? സ്ക്വയർ റൂട്ടുള്ള ഒരു നമ്പർ +3 എന്ന് കൊടുത്തു. 36 + 3. ഇനി 36ൻ്റെ റൂട്ട് എത്രയാണ്? 6 എഴുതി പ്ലസ് 3 അതേപോലെ തന്നെ എഴുതി. 6 × 2 12 വെച്ചിട്ട് ഈ 3നെ ഡിവൈഡ് ചെയ്തു. 1/4 കിട്ടും. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 ഭാഗം അല്ലേ? അതായത് 0.25 വരും. അതായത് 6 + 0.25 6.25. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ട്രിക്സ് എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എളുപ്പമായിരിക്കും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതേപോലെ തന്നെ ഈ PSC എക്സാംസ് ആണെങ്കിലും ശരി, അതേപോലെ തന്നെ റെയിൽവേ എക്സാം, ബാങ്ക് എക്സാം, നിങ്ങൾക്കറിയാം ബാങ്ക് എക്സാം ഒക്കെ എഴുതുന്ന ആൾക്കാർക്കാണെങ്കിൽ തീരെ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.